ഒരൊറ്റ വർഷം പ്രേമിച്ചാണ് സണ്ണി ജോസഫ് എന്ന ബസ് ഡ്രൈവർ പണക്കാരിയായ മിയ തോമസിനെ കല്യാണം കഴിച്ചത്. നാടാകെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ കല്യാണം. മിയയുടെ കുടുംബക്കാർക്ക് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധമായിരുന്നു. താമസിക്കാൻ സ്വന്തമായൊരു വീടോ ബന്ധുവലവോ ഇല്ലാത്ത സണ്ണിയെ ഒരു മരുമകനായി കാണാൻ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ സ്വന്തമായി ഹാർഡ്വെയർ ബിസിനസ് നടത്തുന്ന തോമസിനെ ആലോചിക്കാൻ പോലും ആയില്ല. മകൾ കരഞ്ഞു പറഞ്ഞു. അയാൾ അല്പമെങ്കിലും അയഞ്ഞെങ്കിലും മിയയുടെ അമ്മ ബെറ്റി ഒരടി പിന്നോട്ട് മാറിയില്ല. ഏക മകൾക്ക് ഒരു തൊഴിലുമില്ലാത്ത, സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്തവനെ ഭർത്താവായി വരുന്നത് മരണത്തിന് തുല്യമായിട്ടായിരുന്നു അവൾ കണ്ടത്. അതവൾ മകളോട് പറയുകയും ചെയ്തു. അമ്മയുടെ ആത്മഹത്യാ ഭീഷണിയൊന്നും മിയയിൽ ഒരു ചലനം ഉണ്ടാക്കിയില്ല. കാണാൻ അതിസുന്ദരനായ സണ്ണിയെ മറക്കാൻ അവൾക്കായില്ല. സൗന്ദര്യം മാത്രമല്ല, പല സന്ദർഭങ്ങളിലുമായി അവൻ്റെ കരുത്തു അതിനകം അവൾ അറിഞ്ഞിരുന്നു. നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവുമുള്ള ഒരുത്തനാകണം തൻ്റെ ഭർത്താവ് എന്ന് മാത്രമേ മിയ ആഗ്രഹിച്ചുള്ളൂ. അത് രണ്ടും സണ്ണിക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു. പണം വേണ്ടതിലും അധികം തൻ്റെ അപ്പൻ്റെ അടുത്തുണ്ടല്ലോ. പോരാത്തിന് താൻ ഒരൊറ്റ മോളും. ഇതൊക്കെ തനിക്കും സണ്ണിയച്ചനും തന്നെയല്ലേ. ഇതിങ്ങനെയൊക്കെയാണ് മിയ ചിന്തിച്ചത്. 2 വർഷത്തിനിടയിൽ ഒരിക്കൽ മാത്രം നാട്ടിലേക്ക് വരുന്ന തോമസ് മകളുടെ വിശേഷമറിഞ്ഞ് പെട്ടെന്ന് നാട്ടിലെത്തി. ബെറ്റിയും മിയയും അമേരിക്കയിൽ തന്നെയായിരുന്നു. മിയ 15 വയസ്സുവരെ പഠിച്ചതും വളർന്നതുമെല്ലാം അവിടെ തന്നെ. 50കാരനായ തോമസിനെ മദാമ്മമാരോടൊപ്പം കൂത്താടാൻ ഭാര്യയും മകളും തടസ്സമായപ്പോൾ അവരെ അയാൾ നാട്ടിലെത്തിക്കുകയായിരുന്നു. 42 വയസ്സായ നെയ് തൊട്ടെടുക്കാൻ പരുവത്തിലുള്ള അച്ചായത്തി ആയ ബെറ്റിയുണ്ടെങ്കിലും തോമസിന് കമ്പം മദാമ്മമാരോടായിരുന്നു. ഭർത്താവിൻ്റെ എല്ലാ കളികളും ബെറ്റിക്കറിയാമെങ്കിലും അമേരിക്കൻ കൾച്ചറിൽ അതൊന്നും തെറ്റല്ലെന്ന് കരുതി അവൾ കണ്ണടയ്ക്കുകയായിരുന്നു. മകളെ തനി മലയാളിയായി തന്നെ വളർത്തണമെന്ന തോമസിൻ്റെ ആഗ്രഹവും അവരെ നാട്ടിലാക്കാൻ കാരണമായി. മകളുടെ പ്രേമമറിഞ്ഞ് അവളെ വീട്ടിൽ പൂട്ടിയിടാൻ ബെറ്റി തീരുമാനിച്ചപ്പോഴേക്കും മിയ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി. 2 ദിവസം ആകെ തിരഞ്ഞെങ്കിലും അവളെ കിട്ടിയില്ല. 3-ാം ദിവസം ഇടവകപ്പള്ളിയിലെ ഡൊമാനിക് അച്ഛൻ്റെ മുന്നിൽ രണ്ടാളും പ്രത്യക്ഷപ്പെട്ടു. മകൾ ഒളിച്ചോടിയെന്ന് വിവരമറിഞ്ഞ മിയയുടെ ഡാഡി നാട്ടിലെത്തി. അയാൾ നേരെ വന്നത് പള്ളിയിലേക്കായിരുന്നു. അയാളും ബന്ധുക്കളും ഇടവക പ്രമാണിമാരും അച്ഛനുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തി. വാദപ്രതിവാദങ്ങളും ഉന്തും തള്ളും വരെ നടന്നു. സണ്ണിക്ക് ബന്ധുക്കളാരുമില്ലെങ്കിലും തോമസിനോട് ശത്രുതയുണ്ടായിരുന്ന ചില പള്ളി കമ്മിറ്റി അംഗങ്ങൾ സണ്ണിയുടെ പക്ഷം ചേർന്നു. ഈ സമയമൊക്കെയും സണ്ണിയും മിയയും അകത്തെ മുറിയിലായിരുന്നു. മനസ്സുകൊണ്ട് തമ്മിലെടുത്ത് അവരെ പിരിയിക്കാൻ അച്ഛൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അദ്ദേഹം അവരുടെ കൂടെ നിന്നു. പുറത്തിറങ്ങിയാൽ സണ്ണിയെ വെട്ടുമെന്ന് വരെ ചില ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തി. അവസാനം സണ്ണിയെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് മിയയുടെ ഡാഡി തോമസ് പറഞ്ഞത് അനുസരിച്ച് അച്ഛൻ സണ്ണിയെ വിളിപ്പിച്ചു. അവനെ കണ്ട മാത്രമേ തന്നെ തോമസിന് തോന്നിയത് ഇതിനേക്കാൾ ചർച്ചയുള്ളൊരു ഭർത്താവിനെ തൻ്റെ മകൾക്ക് കിട്ടാനില്ലെന്നാണ്. നല്ല ആരോഗ്യവാൻ, അതിസുന്ദരനും. അവന് സ്വന്തമായി വീടില്ല, ബന്ധുബലമില്ല എന്നാണ് ഒരു കുറവ്. അത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയുന്നുമില്ല. എങ്കിലും തൻ്റെ മകൾക്ക് ഇവൻ യോഗ്യനാണ്. പിന്നെ പണം ഇഷ്ടം പോലെ തൻ്റെ കയ്യിലുണ്ടല്ലോ. അവർ സന്തോഷമായി ജീവിച്ചോട്ടെ. തോമസ് അച്ഛനോട് തൻ്റെ സമ്മതം അറിയിച്ചു. ഇനിയുള്ള കാലം തൻ്റെ വീട്ടിൽ തന്നെ അവർ ജീവിക്കണമെന്ന് മാത്രമായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അയാളുടെ ബന്ധുക്കൾക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. സണ്ണിയെ വീട്ടിൽ കയറ്റിയാൽ തോമസിനെയും വെട്ടും എന്നായി ബന്ധുക്കൾ. പള്ളിമേടയിൽ എടാ പോടാ വിളികൾ മുഴങ്ങി. പള്ളി പ്രസിഡന്റ് വർക്കിച്ചായനും അച്ഛനും ഇടയിൽ കയറി നിന്നുകൊണ്ട് മാത്രം അടി പൊട്ടിയില്ല. തൻ്റെ മകളെ താൻ ഇഷ്ടമുള്ള അയാൾക്ക് കെട്ടിച്ചു കൊടുക്കുകയും അത് ചോദ്യം ചെയ്യാൻ ഒരുത്തനും വളർന്നിട്ടില്ലെന്ന് തോമസ് വെല്ലുവിളിച്ചു. തൻ്റെ അമ്മായിയച്ഛൻ്റെ ധൈര്യത്തിൽ സണ്ണിക്ക് സന്തോഷം തോന്നി. ബന്ധുക്കളാരെങ്കിലും അദ്ദേഹത്തെ തൊട്ട അവരുടെ മൂക്കിൽ നിന്ന് ചോര വരുത്താൻ തയ്യാറായി മുഷ്ടി ചുരുട്ടി
കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ സണ്ണി റെഡിയായി നിന്നു. അവസാനം തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് ബന്ധുക്കൾ പോയി. അത് സാരമില്ലെന്ന് തോമസിനും തോന്നി. ആ പോയവരെ എല്ലാവരെയും താൻ സഹായിച്ചതാണ്. ഇനിയും അവർ സഹായം ചോദിച്ചു വരും. അതോടെ ആ പിണക്കമങ്ങ് തീരും. അച്ചോ, ഞാൻ സമ്മതിച്ചെന്ന് നേര്. പക്ഷേ വീട്ടുകാരിയെ സമ്മതിക്കാൻ കുറച്ച് പാടുപെടും. ഏതായാലും ഇവരിവിടെ കുറച്ച് സമയം നിൽക്കട്ടെ. ഞാൻ വീട്ടിലൊന്ന് പോയി സംസാരിക്കട്ടെ. തോമസ് മകളെയും കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാലിലേക്ക് വീണ് മകളെ അയാൾ ആശ്വസിപ്പിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് പോയി. തോമസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. ബെറ്റി ഒരു നിലയ്ക്കും അടുത്തില്ല. സഹോദരിയായ കന്യാസ്ത്രീയായ സിസ്റ്റർ ലൂസിയും അവിടെയുണ്ടായിരുന്നു. അവരും തോമസും കൂടി എത്ര ശ്രമിച്ചിട്ടും ബെറ്റി സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. സൊസൈറ്റിയിൽ നല്ല സ്റ്റാൻഡേർഡുള്ള ബെറ്റിയുടെ പ്രശ്നം സണ്ണി പണക്കാരനല്ലോ എന്നായിരുന്നു. പണമില്ലാത്ത അവനെ അവൾക്ക് സ്വീകാര്യമല്ലായിരുന്നു. തന്നെ താഴ്ത്തിക്കെട്ടാൻ തക്കം നോക്കിയിരുന്ന ചില കൊച്ചമ്മമാർക്ക് ഇത് നല്ല അവസരമുണ്ടാക്കും. അവരുടെ കുത്തുവാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ നല്ലത് മരണമാ. സിസ്റ്റർ ലൂസി വീട്ടിൽ ഒരാളുള്ളതിനെ എല്ലാം ഗുണമാണ്. ബെറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ടും ബെറ്റി സമ്മതിച്ചില്ല. അവസാനം ഇറങ്ങടി തൻ്റെ വീട്ടിൽ നിന്ന് എന്ന് തോമസ് പറഞ്ഞപ്പോഴാണ് ബെറ്റി അടങ്ങിയത്. കാരണം അവൾക്ക് പോകാൻ വേറൊരു ഇടയുമില്ല. അവളുടെ നെയ്മൂറ്റിയ സൗന്ദര്യമുള്ള ശരീരം കണ്ട് പാവപ്പെട്ട വീട്ടിൽ നിന്ന് പൊക്കിയതാണ് തോമസ് അവളെ. സുഖലോലുപത്തിൽ നീന്തിത്തുടിച്ച് അവൾക്കൊരു മടങ്ങിപ്പോക്ക് ചിന്തിക്കാൻ പോലുമായില്ല.